ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തേത് ഒരു മലയാളം മൂവിയാണ്, ഒരു റൊണാൾഡോ ചിത്രം. അശ്വിൻ ജോസ്, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റിനോയ് കല്ലൂർ രചനയും സംവിധാനം നിർവഹിച്ചൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് ഒരു റൊണാൾഡോ ചിത്രം. ആമസോൺ പ്രൈം വീഡിയോ വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് സുമതി വളവ്. അർജുന അശോകൻ, ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, മാളവിക മനോജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത കോമഡി ഹൊറർ മൂവിയാണ് സുമതി വളവ്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 26 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഹൃദയപൂർവ്വം. മോഹൻലാൽ, മാളവിക മോഹനൻ, സംഗീത് പ്രതാപ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സോനു TPയുടെ തിരക്കഥയിൽ സത്യനന്ദിക്കാൾ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് ഹൃദയപൂർവ്വം. സെപ്റ്റംബർ മാസം റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഓടുമുദ്ര ചാടുമുദ്ര. ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അൽതാഫ് സലീം രചന സംവിധാനം നിർവഹിച്ചൊരു കോമഡി ചിത്രമാണ് ഓടുകുതിര ചാടുകുതിര. തിയേറ്ററിൽ നിന്നും ഒരു തണുത്ത റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 26 ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് ID ദ ഫേക്ക്. ധ്യാൻ ശ്രീനിവാസൻ, ദിവ്യ പിള്ളൈ, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ ശിവവിലാസം രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ID ദ ഫേക്ക്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. സൈന പ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 19 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ടു മെൻ. ഇർഷാദ് അലിയെ കേന്ദ്ര കഥാപാത്രമാക്കി സതീഷ് കുമാർ സംവിധാനം ചെയ്ത ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ടു മെൻ. ഈ മാസം 19 മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവി രണ്ടാം യാമം. സ്വാസിക മുഖ്യവേഷത്തിലെത്തുന്ന നേമം പുഷ്പരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് രണ്ടാം യാമം. സെപ്റ്റംബർ 19 മനോരമ മാക്സ് വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഷ് അദയനി സംവിധാനം ചെയ്ത മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. ആമസോൺ പ്രൈം വീഡിയോ വഴി സെപ്റ്റംബർ മാസത്തിൽ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് സർക്കിട്ട്. ആസിഫ് അലി, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി തമർ KV രചനയും സംവിധാനവും നിർവഹിച്ച ഒരു മ്യൂസിക്കൽ കോമഡി ചിത്രമാണ് സർക്കിട്ട്. മനോരമ മാക്സ് വഴി ഈ മാസം 26 റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി, തുളസി, ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇത് ഒരു കോമഡി മൂവിയാണ്. ആമസോൺ പ്രൈം ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം ലാസ്റ്റ് വീക്ക് ആയിരിക്കും ഇതിന്റെ OTT റിലീസ്. മലയാളം മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. പ്രേക്ഷകരിൽ നിന്നും ഒരു ആവറേജ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്ക് റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് ഹൗസ് മേറ്റ്സ്. ദർശൻ, ആഷ ചാന്ദിനി ബൈജു, കാളി വെങ്കട്ട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജവേൽ സംവിധാനം ചെയ്ത ഒരു കോമഡി ഹൊറർ മൂവിയാണ് ഹൗസ് മേറ്റ്സ്. നവദമ്പതികളായ കാർത്തികും അനുവും ഒരു പഴയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുന്നതും അവിടെ വെച്ച് വിചിത്രമായ സംഭവങ്ങൾ ഉണ്ടാവുന്നതുമാണ് കഥയുടെ ഇതിർ. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 19 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി മഹാവതാർ നരസിംഹ. അശ്വിൻ കുമാർ ആദ്യമായി സംവിധാനം ചെയ്ത ഇന്ത്യൻ ആനിമേറ്റഡ് ഇതിഹാസ പുരാണ ആക്ഷൻ ചിത്രമാണ് മഹാവതാർ നരസിംഹ. നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 19 OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു കന്നഡ മൂവിയാണ് ഷുഗർലെസ്. ഇതൊരു കോമഡി മൂവിയാണ്. സെപ്റ്റംബർ 19 സിംപ്ലി സൗത്ത് വഴി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു തമിഴ് വെബ് സീരീസ് ആണ് വേദുവൻ. കണ്ണരവിയെ കേന്ദ്ര കഥാപാത്രമാക്കി പവൻകുമാർ രചനയും സംവിധാനം ചെയ്തൊരു ത്രില്ലർ വെബ് സീരീസ് ആണ് വേദുവൻ. C5 ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു കൊറിയൻ മൂവിയാണ് ഗുഡ് ന്യൂസ്. ഹ്യൂമർ ആൻഡ് ത്രില്ലിംഗ് ക്രൈം സ്റ്റോറിയാണ് ഗുഡ് ന്യൂസ് പറയുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹോണ്ടഡ് ഹോട്ടൽ. മാറ്റ് റോൾ സംവിധാനം ചെയ്തൊരു അമേരിക്കൻ അഡൾട്ട് ആനിമേറ്റഡ് ഹൊറർ കോമഡി സീരീസ് ആണ് ഹോണ്ടഡ് ഹോട്ടൽ. നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 19 OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് മൂവിയാണ് മദ്രാസി. ശിവകാർത്തികേയനെ കേന്ദ്ര കഥാപാത്രമാക്കി AR മുരുകദാസ് രചനയും സംവിധാനം നിർവഹിച്ച ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മദ്രാസി. ഒക്ടോബർ 1 വീക്കിൽ ആമസോൺ പ്രൈമിലൂടെ OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് വാർ 2.
ഋതിക് റോഷൻ, NTR ജൂനിയർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അയൻ മുഖർജി സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് വാർ 2. നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 25-നും ഒക്ടോബർ 9-നുള്ളിൽ ഇത് OTT-യിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.